ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാറാസ് ഐഡിയാസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇനി നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും കാണുക, തീർച്ചയായും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ചാനലിൽ ആരി എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ വീഡിയോസ്, പിന്നെ ആരി വർക്ക്, ഹാൻഡ് വർക്ക്, സൂയിങ് ട്രിക്സ്, അതുപോലെ തന്നെ ഫാബ്രിക് വർക്ക്സ്, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്കും ചെയ്യുക, ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഈ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാർക്കും ആരി വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ ആരി വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ആരി വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എന്ന് ആഗ്രഹിക്കുന്നു. ആരി എംബ്രോയ്ഡറി എന്താണ്? എംബ്രോയ്ഡറി എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നീഡിലും ത്രെഡും യൂസ് ചെയ്ത് തുണിയിൽ എത്രത്തോളം ഭംഗിയായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നു അതിനെയാണ് എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. അതിനെ തന്നെ രണ്ട് സ്റ്റേജായിട്ട് തിരിക്കാം. അത് ഫസ്റ്റ് വണ്ണാണ് ഹാൻഡ് എംബ്രോയ്ഡറി ആൻഡ് സെക്കൻഡ് വൺ മിഷൻ എംബ്രോയ്ഡറി. ഹാൻഡ് എംബ്രോയ്ഡറി തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിലൊന്നാണ് ആരി എംബ്രോയ്ഡറി. ഈ ആരി എംബ്രോയ്ഡറി എന്തുകൊണ്ട് ആരി എംബ്രോയ്ഡറി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതിൽ യൂസ് ചെയ്യുന്ന നീഡിലിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ആരി നീഡിൽ വെച്ച് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് ആരി എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. ഇത് സാധാരണ ഒരു നീഡിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഇതിൻ്റെ എൻഡ് ഭാഗം ഹുക്ക് പോലെ വളഞ്ഞിരിപ്പുണ്ടാവും. ആരി എംബ്രോയ്ഡറി നമ്മൾ രണ്ട് കൈയും യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. വലത് കൈ കൊണ്ട് നീഡിൽ തുണിയിൽ കുത്തി, ഇടത് കൈ കൊണ്ട് ത്രെഡ് കോർത്തെടുത്ത് ആ ത്രെഡിനെ നീഡിൽ കൊണ്ട് മുകളിലേക്ക് വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് രണ്ട് കൈ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ആരി എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആരി എംബ്രോയ്ഡറിയുടെ സ്റ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള സ്റ്റേജ് ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ ആൻഡ് മോഡേൺ. നമ്മൾ ബ്ലൗസുകളിൽ, ലെഹങ്കകളിൽ, ചുരിദാർ അങ്ങനത്തെ ഇതിലെല്ലാം കാണുന്നത് ട്രഡീഷണൽ വർക്കാണ്. അതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്താണ് ഹിപ്പ് ബെൽറ്റ്, പിന്നെ ജ്വല്ലറീസ്, ഈവൻ പാദസരം വരെ ചെയ്യുന്നു. അതിന് മോഡേൺ എംബ്രോയ്ഡറി, ആരി എംബ്രോയ്ഡറി എന്നും പറയുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് പിന്നെ ഈ ആരി എംബ്രോയ്ഡറിയുടെ ബിസിനസ് സ്കോപ്പുകളെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആരി എംബ്രോയ്ഡറി ഒരു ആർട്ട് മാത്രമായിരുന്നു. പിന്നെ അതൊരു ബിസിനസ്സായിട്ട് വളർന്നു, ഒരു ഇൻകമായി മാറി. അത് വർക്ക് ചെയ്യുന്നവർക്കൊരു കോൺഫിഡൻസും കൂടായി. അതുകൊണ്ട് തന്നെ ആരി എംബ്രോയ്ഡറി ഒരു ബിസിനസ്സായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മടിക്കേണ്ട, ഇത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. കാരണം നമ്മുടെ ഐഡിയാസും ഹാർഡ് വർക്കും ബേസിക് നോളജും കൂടി ചേരുമ്പോൾ സക്സസ് ആവുക തന്നെ ചെയ്യും. അതിന് അത്രത്തോളം സ്കോപ്പുണ്ട്. നമ്മളൊരു വർക്ക് എത്രത്തോളം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു അത്ര തന്നെ പ്രോഫിറ്റും നമുക്ക് കിട്ടും, കസ്റ്റമേഴ്സിനെയും നമുക്ക് കിട്ടും. പിന്നീട് ഈ ചാനൽ നമ്മൾ ഇനി ആരി വർക്ക്സിൻ്റെ ബേസിക് സ്റ്റിച്ച് മുതൽ അഡ്വാൻസ് സ്റ്റിച്ച് വരെയുള്ള എല്ലാ വീഡിയോസും ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അത് കണ്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ സ്വന്തം ഡ്രസ്സുകളെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.